നമസ്കാരം. 10 രാജ്യങ്ങളിൽ നിന്നുള്ള 18 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ ലിബറൽ പാർട്ടി, വിയറ്റ്നാമിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാം, ബംഗ്ലാദേശിലെ അവാമി ലീഗ്, ഇസ്രായേലിലെ ലിക്വിഡ് പാർട്ടി, ഉഗാണ്ടയിലെ നാഷണൽ റെസിഡൻസ് മൂവ്മെന്റ്, റഷ്യയിൽ നിന്നുള്ള യുണൈറ്റഡ് റഷ്യ പാർട്ടി തുടങ്ങിയ പാർട്ടികളുടെ പ്രതിനിധികളാണ് നിലവിൽ ഇന്ത്യ സന്ദർശിക്കുന്നത്. ബിജെപിയുടെ ക്ഷണപ്രകാരം എത്തിയിരിക്കുന്ന ഇവർ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരുൾപ്പെടെയുള്ള BJP നേതാക്കളുമായി സംവദിക്കുകയും ചെയ്യും. പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള സുപ്രധാന വിവരങ്ങൾ പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് BJPയുടെ ഒരു സ്ട്രാറ്റജി മുന്നോട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ചയിൽ ഉണ്ടാവുക. കഴിഞ്ഞ വർഷം പാർട്ടിയുടെ 43ാം സ്ഥാപക ദിനത്തിലാണ് JP നദ്ദ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത്. പാർട്ടിയെ ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണിത്. നോ BJP അഥവാ BJPയെ അറിയുക എന്നുള്ള ഈ പരിപാടിയുടെ ഭാഗമായാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അവർ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് നേട്ടങ്ങൾ കൊയ്യുന്നത്, അല്ലെങ്കിൽ മൊത്തത്തിൽ എങ്ങനെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകളും മറ്റും നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാൻ തന്നെയാണ്. ശ്രീലങ്കയിൽ നിന്നുള്ള ശ്രീലങ്ക പൊതുജന പെരമുനയും യുണൈറ്റഡ് നാഷണൽ പാർട്ടിയും, മൗറീഷ്യസിൽ നിന്നുള്ള പാർട്ടി മൗറീഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റ്, നേപ്പാളി കോൺഗ്രസ് ജനമത് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാവോയിസ്റ്റ്, നേപ്പാളിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്നിവയും BJPയുടെ ക്ഷണപ്രകാരം നമ്മുടെ രാജ്യം സന്ദർശിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.